ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു വർഷം കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ ഇനി കുഞ്ഞുണ്ടാകാനുള്ള സാധ്യത കുറച്ചെങ്കിലും ഉള്ളൂ എന്ന് ഡോക്ടർ പറയുന്നത് കേട്ട് ശരിക്കും മാനസിക നില തകർന്നു പോകുന്നുണ്ട് കരുണയുടെ. തുടർന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ മുതലുള്ള കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് ഉണ്ണിയുടെ കൊച്ചാക്കുകയും ഉണ്ണിയുടെ നേരെ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ കരുണ. പിന്നീട് അവർ കരുണയുടെ വീട്ടിലെത്തുന്നു. കരുണയിൽ നിന്നും കാര്യങ്ങളെല്ലാം അറിയുന്ന പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ ആ വാർത്ത കേട്ട് ഷോക്കാവുമ്പോൾ കുഞ്ഞുണ്ടാവില്ല എന്നൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല, കുറച്ച് വൈകും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ഉണ്ണി പറയുമ്പോൾ അതെന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞതാണെന്നും എല്ലാത്തിനും കാരണം താൻ ഒറ്റ ഒരാളാണെന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണിയുടെ നേരെ വീണ്ടും കലുതുള്ളുന്നുണ്ട് കേട്ടോ കരുണ. എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണീര് കല്യാണം കഴിഞ്ഞതിന് ശേഷം തോർന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനും മുത്തശ്ശിയും കൂടി ഉണ്ണിയെ കുറ്റപ്പെടുത്തുമ്പോൾ സഹി കിടന്ന ഉണ്ണിയാണെങ്കിൽ അവരോട് മുഷിഞ്ഞ് സംസാരിക്കുന്നുണ്ട്. കരുണയാണെങ്കിൽ ഉണ്ണിയോടൊപ്പം തിരിച്ചു പോകാനില്ലെന്നും സ്വന്തം വീട്ടിൽ തന്നെ തുടരാനാണെന്ന് ഒരു കടുത്തൊരു തീരുമാനം എടുക്കുന്നുണ്ട്. ശേഷം ഉണ്ണിയാണെങ്കിലും അവരോട് വഴക്കിട്ട ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങി പോകുന്നു. പിന്നീട് എല്ലാത്തിനും കാരണം അച്ഛനും മുത്തശ്ശിയാണെന്നും എന്തിനാ അവളെ അവിടേക്ക് തന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടത്, അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊരു വിധി ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ മുറിയിലേക്ക് പോകുന്നു. പിന്നീട് നമ്മുടെ കുഞ്ഞിൻ്റെ വിധി ഇങ്ങനെയായല്ലോ പ്രതാപ, ഇനി മോൾ എന്തെങ്കിലും കടുങ്കൈ കാണിക്കുമോ എന്നാണ് എൻ്റെ പേടി എന്ന് മുത്തശ്ശി പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല അമ്മേ. ഇപ്പോൾ ലക്ഷ്മിയെ പോലെ തന്നെ മോൾക്കും ഒരു കുഞ്ഞിനെ ലാളിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുമോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ സങ്കടപ്പെടുന്നുണ്ട്. പിന്നീട് കാര്യങ്ങളെല്ലാം അറിയുന്ന മോഹിനിയാണെങ്കിൽ കരുണയുടെ അടുത്തെത്തി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ലക്ഷ്മി മോളോട് ചെയ്തതിൻ്റെയാണ് മോളി അനുഭവിക്കുന്നത്. ഇനിയെങ്കിലും സ്വന്തം ചേച്ചിയെ മോളെ സ്നേഹിച്ചു തുടങ്ങണം, എങ്കിൽ മാത്രമേ മോളുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകൂ എന്ന് മോഹിനി പറയുമ്പോൾ അത് കേട്ട് ദേഷ്യം വരുന്ന കരുണയാണെങ്കിൽ നിങ്ങളുടെ മോളിപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ കൂടെ മൂന്നാറിൽ അടിച്ചു പൊളിക്കുകയാണ്, നിങ്ങൾക്ക് അതുപോലെ എൻ്റെ ജീവിതം എങ്ങനെയായാലും നിങ്ങൾക്ക് എന്താ, അവൾ അവിടുത്തെ ആ കൊക്കയിലെങ്ങാനും വീണ് മരിച്ചാൽ മതിയായിരുന്നു എന്ന് കരുണ പറയുമ്പോൾ അത് കേട്ട് സഹി കിടന്ന മോഹിനിയാണെങ്കിൽ കരുണയുടെ കരണടിച്ച് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മുൻപ് തന്നെ നിൻ്റെ അച്ഛനും മുത്തശ്ശിയും തെറ്റുകൾ പറഞ്ഞു തന്ന് നിന്നെ തിരുത്തുന്നതിന് പകരം സ്വന്തം ചേച്ചിക്കെതിരാക്കി വളർത്തി. ഇനി നീ ലക്ഷ്മി മോളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് കരുണേ. നീ എത്ര വെറുത്തിട്ടും നിൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവളാണ് നിൻ്റെ ചേച്ചി, അത് നീ എന്നെങ്കിലും തിരിച്ചറിയുമെന്ന് പറഞ്ഞുകൊണ്ട് കരുണയ്ക്ക് നല്ല മറുപടി തന്നെ മോഹിനി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രതാപനും മുത്തശ്ശിയും, കാരണം അവർക്കും ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയുന്നില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും ലേഖയും അനന്തവും മൂന്നാറിലെത്തുന്നു. അപ്പോൾ അനന്തു ബുക്ക് ചെയ്ത ഹോട്ടലിലേക്കാണ് കേട്ടോ അവർ പോകുന്നത്. തുടർന്ന് കണ്ണനും മഹയ്ക്കും വേണ്ടിയിട്ട് എടുത്ത മുറിയിലേക്കും അവർ ചെല്ലുന്നുണ്ട്. തുടർന്ന് കണ്ണനും അനന്തവും ആണെങ്കിൽ മൂന്നാറിൻ്റെ ഭംഗിയൊക്കെ വിൻഡോയിലൂടെ ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശേഷം ഇതാണ് നിങ്ങളുടെ ബെഡ്റൂം, ഇവിടെയാണ് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ്, ഇനി ഞാനും ലേഖയും സ്വർഗത്തിലെ കട്ടറുമ്പൊന്നും ആവുന്നില്ല, ആരുടെയും ശല്യം കൂടാതെ നിങ്ങൾക്ക് മതിയാവോളം പ്രണയിക്കാം എന്നെല്ലാം അനന്ത് പറയുന്നത് കേട്ട് വല്ലാതെ നാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കണ്ണനും മഹിയും. തുടർന്ന് ലേഖയും പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളതാണെന്ന് പറയുന്നു. തുടർന്ന് അവർ കണ്ണനെയും മഹിയെയും റൂമിലാക്കി അവരവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ, അവരുടെ മുറിയിലേക്ക് പോകുന്നു. ഇതേസമയം മാർക്കോയെ പേടിച്ച് നാട് വിട്ട് മേഘൻ ഒളിച്ച് താമസിക്കാനായിട്ട് മൂന്നാറിലെ ആ സെയിം ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ എത്തുന്നത്. അപ്പോൾ അവിടെ മുറിയൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് റിസപ്ഷനിസ്റ്റിനോടായിട്ട് പറയുന്നുണ്ട്, എന്നെ ആര് അന്വേഷിച്ച് വന്നാലും മേഘനാഥൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് പറയരുത് എന്നെല്ലാം പ്രത്യേകം പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് മഹാലക്ഷ്മിയും കണ്ണനുമാണെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ലോകത്താണ്. പെട്ടെന്ന് കുളിച്ച് റെഡി ആവാനും നമുക്കൊന്ന് പുറത്തു പോകാം, ഇവിടെ നല്ല തണുപ്പാണ്, സ്വെറ്ററെല്ലാം എടുക്കണമെന്നും കണ്ണൻ മഹിയോടായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ മൂന്നാറൊക്കെ ചുറ്റി കാണാനായിട്ട് പോകുന്നു. ശേഷം മേഘനാണെങ്കിൽ അവിടുത്തെ ആ കോറിഡോറിൽ വെച്ച് യാദൃച്ഛികമായിട്ട് അനന്തുവിനെയും ലേഖയെയും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ അവരൊരുമിച്ച് അവരെല്ലാവരും വന്നിരിക്കുന്നത് സ്റ്റേ ചെയ്യുന്നത് ഈ ഒരു ഹോട്ടലിൽ തന്നെയാണെന്നുള്ള കാര്യം മേഘന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മേഘൻ്റെ മനസ്സിൽ മറ്റൊരു ചതി ഈ ഒരു സമയം ഉടലെടുക്കുകയാണ്. മറ്റൊരു ചതി അയാൾ അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ദൈവമായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചത്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും അനന്തവും അതിൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. മാർക്കോ എന്ന് പറയുന്നവനില്ല. അവരെ ഇവിടെ വെച്ച് തീർക്കണം, പറ്റിയാൽ 4 എണ്ണത്തിനെയും ഇല്ലാതാക്കണം. ഞാൻ ഇവിടെ വന്നത് ആർക്കും അറിയില്ല, അതുകൊണ്ട് തന്നെ കണ്ണനും മഹാലക്ഷ്മിയും ഇല്ലാതായാലും ആരും എന്നെ സംശയിക്കാനും പോകുന്നില്ല എന്നെല്ലാം
മനസ്സിലൊരു ചതി പ്ലാൻ ചെയ്ത് ഒരു കണക്കുകൂട്ടൽ നടത്തുന്നുണ്ട് കേട്ടോ മേഘൻ. കണ്ണനും മഹാലക്ഷ്മിയും അനന്തവും ലേഖയാണെങ്കിൽ മേഘൻ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുന്നില്ല. തുടർന്ന് മേഘൻ റിസപ്ഷനിൽ ചെന്ന് കണ്ണൻ്റെ മുറി ഏതാണെന്നെല്ലാം ചോദിക്കുന്നുണ്ടെങ്കിലും അവരെ ഒന്നും വിട്ടു പറയുന്നില്ല. കാരണം അവരുടെ പോളിസിക്കെതിരാണ്. മറ്റുള്ള താമസക്കാരുടെ വിവരങ്ങളൊന്നും പറയാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മേഘനോട് അവർ. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും അനന്തവും ലേഖയും പുറത്തു പോകുന്ന സമയത്ത് അവരെ തീർക്കാനുള്ള ഒരു ചതിയാണ് മേഘൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവരെ കൊക്കയിലേക്ക് തള്ളിയിട്ട് തീർക്കാനാണ് കേട്ടോ മേഘൻ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അവരെ ഫോളോ ചെയ്തുകൊണ്ട് മേഘൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം അത്രയും കണ്ണൻ നടന്നു തുടങ്ങിയ കാര്യമൊന്നും മേഘന അറിയുന്നില്ല. അങ്ങനെ അവരെ ഒഴിഞ്ഞ പ്രദേശത്ത് വെച്ച് തീർക്കാനുള്ള പദ്ധതിയുമായിട്ട് മേഘൻ അവരുടെ പുറകെ പോകുന്നുണ്ട്. അങ്ങനെ ഒരിടത്ത് എത്തുന്നതും വിജനമായിട്ടൊരു സ്ഥലത്ത് എത്തുമ്പോൾ കണ്ണൻ മഹാലക്ഷ്മിയുടെ കൈ പിടിച്ച് നടക്കുന്നത് കണ്ട് കണ്ണ് തള്ളി പോകുന്നുണ്ട് കേട്ടോ മേഘൻ്റെ. അപ്പോൾ ഇവനും ഇവളും ചേർന്ന് ഹണിമൂണിനാണോ ഇവിടെ വന്നത്? ഇവരെല്ലാവരും ചേർന്ന് ഞങ്ങളെ പറ്റിക്കുകയായിരുന്നോ? ഇനിയിപ്പോൾ എന്തായാലും കണ്ണന് കുഞ്ഞ് ജനിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കമലേശ്വരത്തെ സ്വത്തുക്കളൊന്നും ഒരിക്കലും കിട്ടാനും പോകുന്നില്ല. ആഗ്രഹിച്ചതൊക്കെ വെറുതെ ആയല്ലോ. കണ്ണനും മാർക്കോയും സാഗറും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആർക്കും അവരെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല. എല്ലാം കൊണ്ടും തിരിച്ചടികളാണല്ലോ ദൈവമേ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആകെ ഇങ്ങനെ ശരിക്കും ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട് കേട്ടോ മേഘൻ. തുടർന്ന് മേഘൻ സ്വയം മനസ്സിൽ പറയുന്നുണ്ട്, കാലിന് സ്വാധീനശക്തി കിട്ടിയ കണ്ണനെ ഇനിയിപ്പോൾ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഒരിക്കലും നടക്കില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത് അങ്കിളിനെയും അപ്പച്ചിയൊക്കെ ഈ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ വേഗം തന്നെ ആ ഒരു ചൂടോടുകൂടി തന്നെ ആ വാർത്ത അറിയിക്കാനായിട്ട് കാറ് ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഷോക്ക് എല്ലാം കൂടിയും തകർന്ന ഒരു മനസ്സായിട്ടാണ് മേഘൻ ഡ്രൈവ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ മേഘൻ്റെ കാറ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് വീഴുകയും അങ്ങനെ വലിയൊരു ദുരന്തം തന്നെ മേഘന് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മലയ്ക്ക് പോകുന്ന കണ്ണനെ ഗുണ്ടകളെ വിട്ട് കൊക്കയിലേക്ക് തള്ളി വീഴ്ത്താൻ നോക്കിയ മേഘന് അതേ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതോടുകൂടി തന്നെ കണ്ണൻ നടന്നു തുടങ്ങിയ കാര്യവും എന്തായാലും മേഘന് ആരോടും പറയാനും സാധിക്കുന്നില്ല. അങ്ങനെ അപ്പോൾ മേഘന് സംഭവിച്ച ദുരന്തവും നാട്ടിൽ ആരും തന്നെ അറിയുന്നില്ല കേട്ടോ. കാരണം മേഘന എവിടേക്കാണ് പോയിരിക്കുന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് മേഘൻ്റെ ദുരന്തവും ആരും അറിയുന്നില്ല. കണ്ണൻ്റെ മഹാലക്ഷ്മി ആണെങ്കിൽ അവരുടെ ഹണിമൂൺ യാത്രയെല്ലാം പൂർത്തിയാക്കി സന്തോഷത്തോടു കൂടി തന്നെ നാട്ടിൽ തിരിച്ചെത്തുന്നു. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്